മൂത്തേടം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ നടപ്പിലാക്കിയ വിവിധ വികസന പദ്ധതികളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അടുത്ത ദിവസം തന്നെ നാടിന് സമർപ്പിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. അഫ്സദ് പറഞ്ഞു. ഡിസ്പെൻസറിയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ എത്തിയതായിരുന്നു അവർ. പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഓപ്പൺ ജിംനേഷ്യയും അതുപോലെ തന്നെ ചുറ്റുമതിലും ഗേറ്റും ആയുർവേദ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഇപ്പോൾ പണി പൂർത്തിയായിട്ടുണ്ട്. ഇതിൻ്റെ ഉദ്ഘാടനം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ MLA-യുടെ ഡേറ്റ് കിട്ടിയാൽ അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതാണ്. മൂത്തേടം ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ടത്. ഓപ്പൺ ജിംനേഷ്യം, ചുറ്റുമതിൽ, പൂട്ടുകെട്ട് പതിക്കലടക്കമുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതിനു പുറമെ ജീവിതശൈലി രോഗ ക്ലിനിക്, സ്പോർട്സ് ക്ലിനിക്, യോഗ പരിശീലനം എന്നിവയും ഡിസ്പെൻസറിയിൽ നടന്നുവരുന്നുണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ യോഗ ട്രെയിനർ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലാണ് യോഗ പരിശീലനം നടക്കുന്നത്. പൂർത്തിയാക്കിയ പദ്ധതികൾ അടുത്ത ദിവസം തന്നെ നാടിന് സമർപ്പിക്കുമെന്ന് വാർഡംഗം ഉമ്മർ മുണ്ടമ്പ്രയും പറഞ്ഞു. മാറ്റങ്ങളാണ് കഴിഞ്ഞ ഭരണസമിതിയിലും ഈ ഭരണസമിതിയിലും കൊടുത്തിട്ടുള്ളത്. ഈ ആയുർവേദ ഡിസ്പെൻസറിയിൽ ഇപ്പോൾ ഓപ്പൺ ജിം, അതുപോലെ തന്നെ ജീവിതശൈലി രോഗ ക്ലിനിക്ക്, സ്പോർട്സ് ക്ലിനിക്ക്, യോഗ അടക്കമുള്ള ഒരുപാട് പദ്ധതികൾ കൊടുക്കുന്നുണ്ട്. ഒക്കെ ഇപ്പോൾ യോഗ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിതശൈലി രോഗ ക്ലിനിക്ക്, OP പ്രവർത്തനം നടക്കുന്നുണ്ട്. എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ ഒട്ടനവധി മാറ്റങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അനുവദിച്ച 10 ലക്ഷത്തോളം രൂപ ചിലവാക്കിയിട്ടാണ് ഇപ്പോൾ ഓപ്പൺ ജിമ്മും നമ്മുടെ ഈ ചുറ്റുമലടക്കമുള്ള പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഉദ്ഘാടനം വരും ദിവസങ്ങളിൽ. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബൈദ കൊരമ്പയിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP അബ്ദുൾ റഷീദ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ മൂർക്കൻ, HMC അംഗം TN ആസാദ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, എടക്കര.